വയ്യാത്ത കാലം വെച്ച് നീ എന്തിനാ പറമ്പിലേക്ക് വന്നത്? ചൈനയെ വിളിച്ചോണ്ട് പോവാൻ. അതെ, പറ്റാത്ത പണിയൊക്കെ ചെയ്ത് കിടപ്പിലാവാനാ ആ സുദർശനോട് വന്ന് ചെയ്യിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ. ഇതങ്ങനെ സുദർശൻ ചെയ്യേണ്ട പണിയൊന്നുമല്ല. ഇതൊക്കെ എല്ലാവർക്കും പറ്റും. അവന് പിന്നെ കാശ് കടം ചോദിക്കാനേ അറിയൂ. പണിക്ക് വിളിച്ചാവും വരില്ല. അതിന് സുദർശനെ നിങ്ങൾ പണിക്ക് വിളിച്ചില്ലല്ലോ, ഞാൻ വിളിച്ചാവാൻ വരും. അവനെ എങ്ങനെ നീ ഇപ്പൊ പണിക്ക് വിളിക്കണ്ടാ. അവനെ കാണുന്നത് തന്നെ എനിക്കരിച്ച. വെറുതെ ചെയ്യാത്ത പണി ചെയ്ത് എനക്കട് വെക്കണ്ട. ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കേ. ഇവിടെ പണിക്കാരെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതല്ലേ, വെറുതെ പൈസ ചെലവാക്കാനായിട്ട്. അതെ, പറ്റാത്ത പണി നിങ്ങളൊന്ന് നിർത്തണ്ടോ? കഴിഞ്ഞടി, ഇതാ നിർത്തി. എനിക്ക് വയ്യാണ്ടായി. നന്നായി പോയി. നല്ല വീട്. ഈ ഗേറ്റ് പൂട്ടിയിട്ട് വരാം. സുമേ, എനിക്ക് വയ്യ. എനിക്കെന്റെ മക്കളെ ഇപ്പൊ കാണണം. ഓ എന്റെ കർത്താവേ, ആ തൂമ്പ എടുത്ത നാളെ കിണറ്റിൽ ഇട്ടിട്ടുള്ള പണിയുള്ളൂ. അയ്യോ കർത്താവേ, ഇച്ചായ ഇച്ചായ എന്നാ ഇച്ചായ? അയ്യോ എന്താ എന്നാ ഇച്ചായ? എന്നാ പറ്റിയേ? അയ്യോ കർത്താവേ, എന്റെ ഈശോയേ, കർത്താവേ എന്താ ചെയ്യാൻ എനിക്കൊന്നും അറിയില്ലല്ലോ. കർത്താവേ ബിസിയാ. മോനെ ഒന്ന് വിളിക്കട്ടെ. കർത്താവേ, ഇച്ചായ ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ. മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഓ ഏറ്റവും പൊട്ടിയിട്ടിട്ടുണ്ട്. താക്കോല് വെക്കുന്നിടത്ത് കാണുന്നില്ല. ചയ, താക്കോല് എവിടെ വെച്ചിരിക്കുന്നത്? എനിക്കൊരു കഷ്ടം കാണുന്നില്ലല്ലോ കർത്താവേ. ഈ ചായ താക്കോല് എവിടെ വെച്ചിരിക്കുന്നൊന്നും പറഞ്ഞേ. ഓ, ഇത് പോക്കറ്റിലാണോ വെച്ചിരിക്കുന്നത്? എന്റെ കർത്താവേ, ഇത് എന്തൊരു കഷ്ടാണ്. അയ്യോ എന്റെ ദൈവമേ. ഇപ്പോഴെങ്കിലും നീ എന്നെ ഒന്ന് വിളിച്ചല്ലോ എന്റെ ഹെൻറി. ഇതിനു മുമ്പ് എത്രയോ തവണ പല പല രൂപത്തിൽ വേഷങ്ങളിൽ സഹായഹസ്തവുമായി ഞാൻ നിന്റെ മുമ്പിൽ വന്നു. അപ്പോഴെല്ലാം നീ എന്നെ എങ്ങനെയാ മടക്കി അയച്ചത്? ഈ നിമിഷം നീ അതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് നോക്കി എന്റെ ഹെൻറി. സാറേ, ഒന്ന് ഇവിടെ വരെ വരൂ. എന്താ സുദർശന? ഇല്ലയെന്ന് മാത്രം പറയരുത്. കുട്ടിക്ക് പൊള്ളണ പനിയാ. 1000 രൂപയെങ്കിലും വേണം. ആശുപത്രി കൊണ്ടുപോകാനാ. എന്റെ സുദർശന, നീ ഇതിനു മുമ്പ് 3 തവണ എന്നോട് കടം ചോദിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട് പൈസ ഒന്നും ഇരിപ്പില്ലെന്ന്. മറന്നിട്ടില്ല സാറേ, വേറെ വഴിയില്ലാത്തതുകൊണ്ടാ.
അത് പറഞ്ഞ എങ്ങനെയാ? എനിക്ക് മാസത്തിൽ 4-5 തവണ പെൻഷൻ കിട്ടുന്നില്ല. ആകെ ഒരു തവണ പെൻഷൻ കിട്ടുന്നുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർക്കാനുള്ള പറ്റുകളെല്ലാം തീർത്താ ബാക്കി മിച്ചൊന്നുമില്ല. നീക്കി വയ്ക്കാൻ ഒന്നും ഉണ്ടാവില്ല. സാറേ, ഞാനിത് എവിടുന്ന് കാശ് തരാനാ? ഞാൻ നുണ പറയുന്നതല്ല സാറേ, ചുട്ടുപൊള്ളണ പനിയാ. ചേ, ഒരു പനി വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആയാലോ? ഞാനൊക്കെ എന്താ ചെയ്യാച്ചുണ്ടാ? ഒരു ചുക്ക് കാപ്പി വയറു നിറച്ച് കുടിക്കും, അപ്പൊ തീരും പനിയൊക്കെ. എനിക്ക് പനി വന്നപ്പോ ഞാൻ അങ്ങനെയാ ചെയ്തത്. നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും സർക്കാർ ആശുപത്രി കൊണ്ട് കാണിക്കും. അവിടെ ആകുമ്പോഴേ എല്ലാം സൗജന്യ. ആ, എന്നാ സുദർശനം ചെല്ലേ, എനിക്ക് വേറെ പണിയുണ്ട് കേട്ടാ. ഓരോരുത്തന്മാരും ഇങ്ങോട്ട് ഇറങ്ങും. ഒരു കുട്ടിയുടെ കാര്യല്ലേ, എന്തെങ്കിലും ചെയ്യായിരുന്നു. എന്നിട്ട് വേണം ഓരോരുത്തർ പടി കയറി ഇറങ്ങാൻ. ഇവിടെ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചോളാട്ടാ. ഓ, അവളുടെ ഒരു ഉപദേശം. ആ സുദർശ, വാ. ആ സുദർശ, നീ ഇവിടെ നിക്കട്ടോ, ഇപ്പൊ വരാം. ആ ആ ആ അവിടെ തന്നെ നിക്ക, ഇങ്ങോട്ട് വാ. അല്ല, നിന്റെ കൊച്ചിനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടേയില്ലേ? ആ ഇന്നലെ കൊണ്ടുപോയി. എങ്ങനെയുണ്ട് ഇപ്പൊ കൊച്ചിന്? ആ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ കാശ് എവിടുന്ന കിട്ടിയേ? അത് ഞാൻ നമ്മുടെ അമ്മക്കാരൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു. എന്നാ ഇത് വെച്ചോ. അല്ല സാററിഞ്ഞ? സാറിവിടെ ഇല്ല, പെൻഷന് പോയിരിക്കുക, വൈകുന്നേരേ വരുള്ളൂ. എന്നാ 1000 ഉറുപ്പിയുണ്ട്, വെച്ചോ. നീ കൊണ്ടുപോയി കാര്യങ്ങൾ നടത്ത്, ഇത് തിരിച്ചു തരണ്ട. അല്ല ചേച്ചി, സാററിഞ്ഞ പ്രശ്നമാവില്ലേ? അത് സാരല്ല, ഇത് സാറിന്റെ കണക്കിൽ പെടാത്തതാ. ഇത് എനിക്ക് എന്റെ മോൻ തന്നതാ. ചേച്ചിനെ ദൈവം രക്ഷിക്കൂട്ടോ. ദൈവം എന്നെ രക്ഷിക്കും. എന്നാ നീ ഇതൊരു സ്വഭാവമായിട്ട് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ അങ്ങനെ ശിക്ഷിക്കാതിരുന്നാ മതി. ഈ ചേച്ചിയുടെ ഒരു കാര്യം. വണ്ടി നിർത്തറോ? അവിടെ നിർത്ത്. എന്താണത്? കുഞ്ഞിനെ ആശുപത്രി കൊണ്ടേ കാശില്ല, കള്ളുടി കാശുണ്ട് കേടാ. മാറിക്ക. മാറാപ്പ സൗകര്യമില്ലെങ്കിലോ? ഈ റോഡുണ്ടല്ലോ, ഇത് തന്റെ തറവാട്ടുകാരല്ലോ. താൻ എന്തെന്നോട് പറഞ്ഞേ? കള്ളുടിക്കാൻ കാശുണ്ടെന്നല്ലേ? കള്ളുടിക്കാൻ എനിക്ക് കാശ് തന്നാലെന്നറിയോ? തന്റെ ഭാര്യ. എന്താ പറഞ്ഞു? തന്റെ ഭാര്യയാണ്. തന്നിണ്ടല്ലോ, മാറ. ഒരു സാറ് വന്നേക്കുന്നു. അവളുടെ ഒരു പോയനം. എന്തൊരു ഗേറ്റ് തുറന്നിട്ടിരിക്കണ? നിന്റെ ഒരു നോവല്. പെൻഷൻ കിട്ടിയില്ലേ? കിട്ടിയടി. എന്താ നിനക്ക് വേണം? എടി, നീ ആർക്കൊക്കെ സഹായ വിതരണം നടത്തിയേ? മനസ്സിലാക്കി തരുന്നുണ്ടീ. നീ ആ സുദർശന് പണം കൊടുത്തല്ലേ? അത് പിന്നെ പാവങ്ങള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിലൂടെ സംഭാവനയ്ക്കെന്ന് പറഞ്ഞ് പലരും വരും. അവരുടെ മുന്നിൽ പോലും നിന്നെ കണ്ടുപോകരുത്, മനസ്സിലായി?
നിന്റെ ഒരു ദാനധർമ്മം നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടീ ഒറ്റക്കാലി. എന്താ വിശേഷിച്ച്? ഹെൻറി ഒന്ന് കാണാമെന്താ? മീറ്റിങ്ങിന് വിളിച്ചാ താൻ വരില്ലല്ലോ. ഞങ്ങളിപ്പോ വന്നത് എന്താ വെച്ചാലേ, നമ്മുടെ പഞ്ചായത്തില് പ്രളയം ഉണ്ടായല്ലോ, അതില് കുറെ വീടുകൾ നശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സംഘടന അതില് ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനാ വന്നത്. ഓ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായോ? ഞാനതറിഞ്ഞില്ലല്ലോ. അതിന് വല്ലപ്പോഴും പെൻഷൻ ഭവനിൽ വരണേ, എന്നാലേ സംഘടനയുടെ തീരുമാനങ്ങൾ അറിയുള്ളൂ. ആ, എനിക്കിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ എവിടെ നേരം അപ്പോഴേക്ക് ഓരോരോ മീറ്റിംഗ്. അതെ, അത് പോട്ടെ ഹെൻറി. ഞങ്ങള് ഓരോ മെമ്പർമാരും കൊടുക്കേണ്ട സംഭാവനയുടെ ലിസ്റ്റ് ഉണ്ടാക്കി. അത് ഹെൻറിക്ക് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിൽ ഹെൻറി തരേണ്ട പൈസ 20,000 രൂപയാണ്. 20,000 രൂപയാ? ഇത് ഞാനെവിടെ നിന്ന് എടുത്തു തരാനാ? അല്ലെങ്കിൽ ചെക്ക് തന്നാ മതി, ഞങ്ങള് ബാങ്കിൽ നിന്ന് മാറ്റിയോളാം. ഞങ്ങൾ കളക്ഷൻ എടുത്തോളാം. നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് പറഞ്ഞപ്പോ ഞാൻ മെമ്പർഷിപ്പ് എടുത്തെന്ന് മാത്രം. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ പിഴിയരുത് കേട്ടോ. വർഷം തോറും ഞാൻ തരുന്ന മെമ്പർഷിപ്പ് സ്ഥിരമായി തരും. അത് വിട്ട് നയ പൈസ ഞാൻ തരില്ല. സെക്രട്ടറി മറ്റൊന്നും വിചാരിക്കരുത്. എനിക്ക് മരുന്ന് കഴിക്കേണ്ട സമയമായി. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. സുമേ, എന്റെ മെഡിസിൻ എവിടെയാണ്? മേശമേൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് എന്നെ വിളിച്ചോണേ. കാശിന് ഉപകാരമില്ലാണ്ട് മനുഷ്യന്മാരെ തെറ്റിക്കാൻ. ചേട്ടാ, ചേട്ടന് അച്ഛൻ പള്ളിമേളിലൊന്ന് കാണുമെന്ന് പറഞ്ഞു. എന്നാ കണ്ടക്കയച്ചായ. ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. സ്ഥിതിയായിരിക്കട്ടെ. എന്താ അച്ഛാ കാണണമെന്ന് പറഞ്ഞത്? അത് പറയാം. ആട്ടെ, നിങ്ങൾ ഈ ഇടവകയിൽ വന്നിട്ട് എത്ര വർഷമായി? അതിപ്പോ 1 വർഷമായി അച്ഛോ. ഈ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്? അതിപ്പോ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അച്ഛോ. ഇടവിട്ട് വന്നാ പോരാ, എല്ലാ ഞായറാഴ്ചകളിലും വരണം. നോക്കാം അച്ഛോ. നോക്കിയാ പോരാ, നമ്മളൊക്കെ കർത്താവിന്റെ അനുയായികളാണ്. അത് ഹെൻറി മറക്കരുത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിസ്ത്യാനികളായത്. തലയാട്ടിയാൽ പോരാ, സ്ഥിരമായി പള്ളിയിൽ വരണം. വരാച്ചു. മകളുടെ പേരെന്താ? സുമ. തനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും തന്റെ ഭാര്യയെ സ്ഥിരമായി പള്ളിയിൽ വിട്ടുകൂടെ? കണ്ടാൽ അറിയാം ദൈവഭയമുള്ള കുട്ടിയാണെന്ന്. നോക്കാച്ചു. ഉറപ്പ് പറയാൻ ഹെൻറിക്ക് ആകുന്നില്ല അല്ലേ? സുമ പള്ളിയിലെ മാതൃസംഘത്തിൽ ചേരണം. അത് വേണ്ട അച്ചു. അതെന്താ? മാതൃസംഗമത്തിലേ ഇവള് തനിച്ചു വരണ്ട അച്ചു. അതുകൊണ്ടെന്താ? നിങ്ങൾ രണ്ടുപേരും കൂടി മാത്രമേ സഞ്ചരിക്കൂ എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവളങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകാറൊന്നുമില്ല. എന്തിനും ഏതിനും ഞാൻ കൂടെ വേണം. ശരിയാണോ? കണ്ടില്ല അച്ഛ, ആരോടും മിണ്ടുന്ന പ്രകൃതമൊന്നുമല്ല അവളുടേത്. അതുകൊണ്ട് വേണ്ട അച്ചു. എന്നാ അങ്ങനെയാവട്ടെ. പിന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഉള്ളിലൊതുക്കി ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതത്തെ എല്ലാം നിശ്ചയിക്കുന്നത് സർവശക്തനായ കർത്താവാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഇച്ഛ അനുസരിച്ച് ജീവിക്കുക, അല്ലാതെ അടഞ്ഞു മൂടിയ മനോഭാവത്തോടെ ജീവിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. തീരുമാനം നിങ്ങളുടേതാണ്. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അച്ഛന്റെ ഒരു ആഗ്രഹം.
വയ്യാത്ത കാലം വെച്ച് ഒറ്റയ്ക്ക് ബസ് വരാനേ അച്ഛന്റെ ഉപദേശം കൊള്ളാം. ഞാനൊന്നും വരുന്നില്ല ചായ, എനിക്കാരെയും പരിചയമൊന്നുമില്ല. ഇവിടേക്ക് പോണം. നോക്കാം. സാറേ, ഒരു കാര്യം പറയാനാ. ഒരു മിനിറ്റ്, ഗേറ്റ് തുറക്കിട്ടോ. എന്തേ? സാറിന്റെ ഭാര്യയോ? ഭാര്യ അകത്തുണ്ട്. വാ കേറി. ഇരിക്കേ. സാർ, ഞങ്ങൾ ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അംഗങ്ങളാണ്. സാറിന്റെ ഭാര്യയെ ജീവനത്തിൽ ഒരു അംഗമാക്കാൻ വേണ്ടി വന്നതാ. അതേതായാലും നടക്കില്ല. നിങ്ങക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സാർ. ഇവിടെ 3-ാം വാർഡില് താമസിക്കുന്ന സുരേന്ദ്രന്റെ മകൾ ഹൃദയരോഗ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഒരു 20 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഏറ്റിരിക്കുക. അപ്പോ സാറിന്റെ വക ഒരു സംഭാവനയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. 2 ലക്ഷം നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ? അതെ സാർ. ശരി, നോക്കട്ടെ. നമ്മുടെ ടാർഗറ്റ് കഴിക്കാൻ പറ്റൂ. പൈസ ഉടനെ കൊടുക്കേണ്ടതല്ലേ? ഇതൊക്കെ നോക്കാം. 20 രൂപയുണ്ട്. ഇനി ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത്. സാർ എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടിയാണല്ലോ ജീവിക്കുന്നതല്ലേ? സാർ ഇത് കയ്യിൽ വെച്ചേക്ക്. എന്നാ പോവാ. അത് ശരി. പിന്നെ ഇവര് 20 രൂപ വാങ്ങിച്ചില്ലെങ്കിൽ ഞാനങ്ങ് മുടിയല്ലേ? ഇനിയും വരും ആൾക്കാര്. ഒന്നും കൊടുക്കാതെ മടക്കി അയക്കുക ചായൻ. കഷ്ടം. ഈ പാതിരാത്രിയിൽ എന്റെ മാതാവേ, അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. മോനെ സുദർശ, രമണി, ഒന്ന് വേഗം വാ. അയ്യോ മാതാവേ, ഒന്ന് വേഗം വാ മോനെ, ഒന്ന് ഓടി വാ. എവിടെ? സാറിനെന്താ പറ്റി? ഞാൻ എന്തായി കാണണേ ഈശോയെ. മാതൃസംഘത്തിന്റെ മീറ്റിങ്ങിനായിരിക്കും. അതെ, തുടങ്ങാറായി. അകത്തേക്ക് ചെല്ലു. പിന്നെ ഹെൻറിക്ക് എങ്ങനെയുണ്ട്? അറ്റാക്ക് വന്ന ശേഷം ആളാകെ മാറിയച്ചോ. എനിക്കിപ്പോ എല്ലാത്തിനും സ്വാതന്ത്ര്യം തന്നിരിക്കുക. എല്ലാ ലോക്കറും പുള്ളി പൊട്ടിച്ചിരിക്കുക. എല്ലാം ദൈവത്തിന്റെ തീരുമാനല്ലേ? ചെല്ലു. മോളിങ് വന്നേ. സുഖല്ലേ? അടുത്ത ആഴ്ച മോളിലെ ഓപ്പറേഷൻ ആയതുകൊണ്ട് അതിന്റെ ടെൻഷനില്ല. എന്തിനാ ചേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ജീവനും ചാരിറ്റബിൾ സൊസൈറ്റി ഉള്ളപ്പോ ചേട്ടനെന്തിനു പേടിക്കണേ? ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ. ചേട്ടൻ എപ്പോ വേണമെങ്കിൽ വിളിക്കാം. ചേട്ടൻ ഇത് കയ്യിൽ വെച്ച്. ഇത് ആ ഹെൻറി സാർ തന്നതാണ്. മോൾക്ക് പണത്തിനായി അധികം വിഷമിക്കേണ്ടി വന്നില്ല. ഹെൻറി സാറ് ഞങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ച ചെക്ക് തന്നത്. ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങളെല്ലാവരും ഇല്ലേ? സമാധാനം. മോളെ വേഗം ഉഷാറായിക്കോളട്ടോ. അപ്പൊ ഞങ്ങള് അടുത്ത ദിവസം വരാം. വളരെ നന്ദിയുണ്ട് സാർ. ടാറ്റാ. ശരി. പോട്ടെ മോളെ. ടാറ്റാ.